ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷവർമ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ ബോക്സ് പൊതിഞ്ഞെടുക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് മൈദപ്പൊടി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം അധികമാവൊന്നും വേണ്ട. നമ്മൾ പൂരിക്ക് കുഴക്കണ രീതിയിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഏകദേശം പൂരിൻ്റെ മാവ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ബോക്സിന് ഒന്നുകൂടി മൊഞ്ച് കൂട്ടും. അതിനാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ കുറച്ച് ചിക്കൻ പീസ് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. തക്കാളി, വലിയുള്ളി, ക്യാരറ്റ്, കാബേജ് ഇതൊക്കെ ചോപ്പറിലിട്ട് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മളെ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2-3 ടേബിൾ സ്പൂൺ മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മയോണൈസ് റെഡിയാക്കുമ്പോൾ ഉപ്പ് ചേർക്കുമല്ലോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ മിക്സൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 ബ്രെഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ആ വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇതിൻ്റെ മേളിൽ ഒന്നിൻ്റെ മേലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികമൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് മറ്റേ ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോക്സിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ മൈദ നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച ആ മൈദ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അപ്പം നമ്മൾ എല്ലതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആ പരത്തി വെച്ചിന്ന് ഒന്നെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് പൊതിയുമ്പോൾ ഇതിൻ്റെ മേളിൽ ഒന്നുകൂടി വെച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടും. അല്ലെങ്കിൽ ഒന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് അത് പൊതിഞ്ഞെടുക്കാം. ഞാൻ അപ്പോൾ ഇത് 2 വെച്ചിട്ടാണ് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് തന്നെ നല്ല വലുപ്പമുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് തന്നെ ബോക്സ് ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ പതുക്കെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഓരോ ഭാഗം നമുക്ക് നല്ലോണം അമർത്തി കൊടുത്തിട്ട് എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഷവർമ ബോക്സ് എണ്ണയൊന്നും കുടിക്കൂല. നമ്മൾ ബ്രെഡിൻ്റെ പുറത്ത് നമ്മൾ മൈദ വെച്ചിട്ട് കവർ ചെയ്തിന്, അതുകൊണ്ട് എണ്ണയൊന്നും അധികം കുടിക്കൂല. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഷവർമ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ റമദാനൊക്കെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയാൽ പിന്നെ വേറൊരു സ്നാക്സിൻ്റെ ആവശ്യമില്ല. ഈ ഒന്ന് മതി. ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നന്നായി ഫില്ലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, നല്ല ഷവർമൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.